ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടോക്ക് ടൈംസ്. ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഊട്ടി ട്രിപ്പിൻ്റെ ഫസ്റ്റ് ഡേ വ്ലോഗായിട്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് കാണാൻ പോകുന്നത് കർണാടക ഗാർഡനിലാണ്. ഇവിടെ ഷീച്ചേച്ചി ശ്രീക്കുട്ടിയും ഞങ്ങളെല്ലാവരും റെഡിയായി നിൽക്കുന്നുണ്ട് പോകാൻ വേണ്ടിയിട്ട്. ഫുഡൊക്കെ കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നമ്മൾ ബസ്സിൽ കയറി കേട്ടോ. അപ്പം അങ്ങനെ ബസ്സിൽ കയറി പിള്ളേരെല്ലാം പൊളിക്കുവാണ്. ഏകദേശം ഊട്ടി ടൗണിൽ നിന്ന് 3 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ നമ്മുടെ വ്യൂ പോയിൻറ്റിലേക്ക് കേട്ടോ. വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ കർണാടക ഗാർഡൻ എന്ന് പറഞ്ഞ പേരതാണെങ്കിലും കർണാടകയിലല്ല, ഊട്ടി തന്നെയാണ്. പക്ഷേ ആ ഗാർഡൻ്റെ എല്ലാ കാര്യങ്ങളും എല്ലാ ചുമതലകളും ആ ഗാർഡൻ നോക്കുന്നത് കർണാടക ഗവൺമെൻറ്റാണ് കേട്ടോ. ഈ ഗാർഡൻ ഓപ്പണായിട്ട് ഒത്തിരി കാലമൊന്നും ആയില്ല, 2018 ഓപ്പണായ ഗാർഡനാണ്. അപ്പോൾ ഞങ്ങൾ ഗാർഡനിൽ എത്തിയിട്ടുണ്ട്. അവിടെ ഒത്തിരി സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ, പാർക്കിംഗ് ഏരിയ ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ പിള്ളേരെല്ലാം വീഡിയോ ഒക്കെ എടുക്കുന്നതിൻ്റെ സ്ഥലങ്ങളൊക്കെ കാണുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിട്ട് കിടക്കാം. ഞങ്ങൾ എൻട്രൻസിൽ തന്നെ ടിക്കറ്റ് എടുക്കാനുള്ള സൗകര്യവും ഒക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ടിക്കറ്റ് എടുക്കേണ്ട റിസ്ക് ഒന്നും ഇല്ലല്ലോ, ഞങ്ങൾ കാരണം ജുവാക്കാറ്റുമിൻ്റെ ടൂർ പാക്കേജിൽ വന്നുകൊണ്ട് അതൊക്കെ അവർ നേരത്തെ സെറ്റാക്കിയിട്ടുണ്ട്. എന്നാലും അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അഡൽട്ട്സിനൊക്കെ 30 റുപ്പീസ് 50 റുപ്പീസ് അങ്ങനെയൊക്കെ കേട്ടോ. അപ്പം അവിടെ നമ്മൾ 50 രൂപ 30 രൂപയൊക്കെ കൊടുത്ത് കയറിയാൽ ഒരു നഷ്ടമില്ലാത്ത സ്ഥലമാണ്. കാരണം ഒരുപാട് നടന്ന് കാണാനുള്ള നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. അപ്പം ഞങ്ങൾ കയറി ഇവിടേക്ക് ഇരുന്നിട്ട് നമ്മൾ യുവശക്തി ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടി ഇരുന്നിട്ട് ഒരു ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് എടുത്തിട്ടുണ്ട്. അത് ഞാൻ ലാസ്റ്റ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. നമ്മൾ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്തേക്കാം. അപ്പോൾ ഒരാൾ നമ്മുടെ സൈപ്രസ് പ്ലാന്റ് അടിപൊളിയായിട്ട് ഇങ്ങനെ വെട്ടി നിർത്തി പടികൾ ഇങ്ങനെ മേലയിൽ നിന്ന് ഇറങ്ങി വരുന്ന സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ സന്തോഷം കയറി കുറേ നടന്നു. സ്ലോ മോഷൻ വീഡിയോ എടുക്കാൻ കയറിയതാണ്, പക്ഷേ ചിറ്റിപ്പോയി കേട്ടോ. അപ്പം നമ്മുടെ ഈ പാർക്ക് ഏകദേശം 38 ഏക്കർ സ്ഥലത്ത് വ്യാപിച്ച് കിടക്കുന്ന പാർക്കാണെന്നാണ് പറയുന്നത്. ഞാൻ വീഡിയോ ഇടാൻ വേണ്ടിയിട്ടും അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി സെർച്ച് ചെയ്തപ്പോൾ കണ്ടതാണ് കേട്ടോ. 38 ഏക്കർ സ്ഥലമുണ്ട്. അപ്പം നമ്മൾ അത്രയും നടന്നു എന്ന് വേണം പറയാൻ. അത്രയും ഇപ്പോഴും പണി നടക്കാം കേട്ടോ. അതിൻ്റെ പണി ഫുള്ളും കഴിഞ്ഞിട്ടില്ലെന്നൊന്നും ഓരോ ഭാഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തോരം ക്രിയേറ്റിവിറ്റി ഉണ്ടായിട്ടാന്ന് തോന്നുന്നു ഇത്രയും വൃത്തിയായിട്ടും ഇത്രയും ഭംഗിയായിട്ടൊരു ഗാർഡൻ കൊണ്ടുനടക്കുക എന്ന് പറയുമ്പോൾ. അതും കൂടുതലും ഇതിൻ്റെ അകത്ത് കാണുന്ന സൈപ്രസ് പ്ലാന്റിൻ്റെ ഓരോ രീതികളാണ് കേട്ടോ. സൈപ്രസ് പ്ലാന്റിങ് കൊണ്ടുള്ള ക്രാഫ്റ്റുകളാണ് കൂടുതലും. ആ പ്ലാന്റിങ് കൊണ്ടാണ് ആ ഗാർഡൻ സെറ്റ് ചെയ്തേക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഇത് 3 ചെരുവുകളിലായിട്ടുള്ള 3 മലകളായിട്ടുള്ള ഗാർഡനാണ്. അപ്പോൾ അവിടെ രണ്ടാമത്തെ ഇതിൽ നമ്മുടെ ഗ്ലാസ് ഹൗസ് ഉണ്ട്. ഗ്ലാസ് ഹൗസിൽ നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് കുറേ കാണാം കേട്ടോ. സൂപ്പർ പ്ലാന്റ്സ്, പേരൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ എനിക്ക് ഈ താമര പോലെയുള്ള ഇൻഡോർ പ്ലാന്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇപ്പോൾ പിള്ളേരൊക്കെ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളതെല്ലാം കണ്ടു കഴിഞ്ഞ് താഴേക്ക് ഇങ്ങനെ ഇറങ്ങി പോവാണ് കേട്ടോ. നമ്മൾ കുറേ സ്ഥലത്ത് ഇങ്ങനെ കുറേ നേരം നിന്ന് കുറേ ഫോട്ടോകളും കുറേ രീതിയിൽ വീഡിയോകളൊക്കെ എടുത്തിട്ടുണ്ട്. ഫുള്ളെല്ലാം കൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് വീഡിയോ തീരില്ല, അതുപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചുറ്റുപാട് കാണാൻ ഭയങ്കര സൂപ്പറാണ്. അപ്പം ഇതിൻ്റെ ഓപ്പണിംഗ് ടൈം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 9 to 6 PM ആണെന്ന് തോന്നുന്നു. അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, എനിക്ക് അത് ഓർമ്മ. അതെ, അങ്ങനെ തന്നെ 9 to 6 PM വരെയാണ് കേട്ടോ. അപ്പം നമുക്ക് അവിടെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറങ്ങി വരാൻ തോന്നില്ല. അപ്പം ഞങ്ങൾ താഴോട്ട് ഇറങ്ങി പോകുമ്പോഴത്തേക്കും ഓരോ രീതിയിൽ കണ്ടോ. ഇവിടെ നിന്ന് മേലോട്ട് നോക്കുമ്പോൾ ഗ്ലാസ് ഹൗസ് കാണാൻ നല്ല സൂപ്പറല്ലേ, നല്ല വ്യൂ ആണല്ലോ. അപ്പം ഞങ്ങൾ അതെല്ലാം കണ്ട് താഴോട്ടേക്ക് ഇറങ്ങി വരികയാണ്. പിന്നെ സൈപ്രസ് പ്ലാന്റും കൊണ്ടൊരു പില്ലർ പോലെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ചേർന്ന് നിന്ന് ഫോട്ടോയ്ക്ക് എടുക്കണമെന്ന് വിചാരിച്ചു. ഇത് കണ്ടോ, കാണാൻ തന്നെ എന്ത് ക്യൂട്ടാന്ന് നോക്കി, ഭയങ്കര സൂപ്പർ. പക്ഷേ അവിടെ കയറി ഇട്ട് വെച്ചിട്ടുണ്ട്, അതിൻ്റെ അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു. അതുകൊണ്ട് അവിടെ നമ്മൾ ചേർന്ന് നിന്ന് ഫോട്ടോസൊന്നും എടുത്തിട്ടില്ല. കുറച്ച് പേരൊക്കെ അവിടെ നിന്ന് വീഡിയോസൊക്കെ എടുക്കുന്നത് കണ്ടോ, സൂപ്പറല്ല കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കണ്ട് താഴോട്ട് നടന്നു പോകണം. താഴേക്ക് നോക്കുമ്പോൾ ഭയങ്കരമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പം ഈ ഒരു പാർക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എവിടെ നിന്ന് വേണേലും വീഡിയോസ് എടുക്കാം, ഫോട്ടോസ് എടുക്കാം, ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല കേട്ടോ. അത് തന്നെയാണ്. മറ്റേ നമ്മൾ വേറെ വല്ല സ്ഥലത്ത് ഗാർഡനും കാര്യങ്ങളൊക്കെ തൊടരുത്, എടുക്കരുത്, ഫോട്ടോ എടുക്കരുത്, അങ്ങനത്തെയൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനത്തെ ഒരു സംഭവമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാം നടന്ന് കണ്ടു കേട്ടോ. പിന്നെ എനിക്ക് അത്ഭുതം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സൈപ്രസ് പ്ലാന്റ് ഇതുപോലെയൊക്കെ ക്രിയേറ്റീവായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന് നമുക്ക് ഇത് കാണുമ്പോഴാണ് മനസ്സിലാവും കേട്ടോ. എൻ്റെ കഴിവ് അതാണ്, ജോലിക്കാരുടെ കഴിവല്ലേ. അപ്പം നമ്മൾ നടന്ന് താഴെ ഇറ്റാലിയൻ പാർക്ക് എന്ന് പറഞ്ഞിട്ട് കർണാടക പാർക്കിൻ്റെ ഉള്ളിൽ തന്നെ അവർ ഒരു ഭാഗം
ഇറ്റാലിയൻ പാർക്ക് എന്ന് പറഞ്ഞിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. അതിങ്ങനെ ഓരോ കളങ്ങളും ഓരോ ഷേപ്പിലും ഇങ്ങനെ നമ്മൾ പ്ലാന്റ് നട്ട് ഉള്ളിൽ ഫ്ലവേഴ്സുള്ള പൂക്കൾ ഉള്ള പ്ലാന്റ്സൊക്കെ നട്ടുപിടിപ്പിച്ചേക്കുന്നതാണ് കേട്ടോ. ഹൈറ്റൊന്നുമില്ല പ്ലാന്റ്, പക്ഷെ നിറയെ പൂക്കളാണ്. ഇത് നമ്മുടെ ബന്ദിയാണ്. എന്താ രസം എന്നറിയാം കാണാൻ. അവിടെ നിന്ന് സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് പോകാൻ തോന്നില്ല. ഡാലിയുണ്ട്, പലതരം ബന്ദിയുണ്ട്. എൻ്റെ അമ്മ, നമ്മുടെ നാട്ടിൽ ഇതുപോലെ ഉണ്ടാവുമെന്ന് ചിന്തിക്കും. നമ്മുടെ നാട്ടിൽ ഡാലിയൊക്കെ നട്ടാൽ നീണ്ടു പോകും. വയനാട്ടിലൊക്കെ നന്നായിട്ടുണ്ടാവും. പക്ഷേ കാലാവസ്ഥേൻ്റെ ആണെന്ന് കുറച്ച് പേര് പറയും, കുറച്ച് പേര് നന്നായിട്ട് വളമിട്ട് കൊടുക്കുന്നതിൻ്റെ ആണെന്ന് പറയും. പക്ഷേ ഇത് രണ്ടും ഉണ്ടെങ്കിൽ നന്നായിട്ട് പരിപാലിക്കുന്നതിൻ്റെ കൂടി ഉണ്ട് കേട്ടോ. ജോലിക്കാരുടെ കഴിവെന്ന് വേണം പറയാം, അല്ലെങ്കിൽ അത് നോക്കി നടത്തുന്നവരുടെ ഇതെന്ന് വേണം പറയാം. അത്രയും സൂപ്പറായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല പൂക്കളൊക്കെ ഉണ്ട്. എനിക്ക് പക്ഷേ കുറേ പൂക്കളൊക്കെ ഉണ്ട്. ഇതൊക്കെ എന്തോ ഒരു ഭയങ്കര ഇഷ്ടപ്പെട്ട. പിന്നെ ഒരു ഡാലിയ. അപ്പോൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. നമ്മളെവിടെ പോയാലും അതൊന്നും ഒഴിവാക്കില്ലല്ലോ. കുറേ ഫോട്ടോസൊക്കെ എടുത്തേ. ഇപ്പം പറഞ്ഞ് തൊണ്ട എന്തോ പോലെ. അപ്പോൾ അങ്ങനെ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് കണ്ടോ. നല്ല രസമില്ലേ, നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇനി ഈ സൈപ്രസ് പ്ലാന്റിന് തന്നെ സൂപ്പർ താഴേക്ക് പോകുമ്പോൾ ഒരു സംഭവം കാണാം കേട്ടോ. നമ്മൾ പണ്ട് പാഠപുസ്തകത്തിലും ഇന്ത്യൻ ന്യൂസ് പേപ്പറിലൊക്കെ ഇല്ലേ വഴി കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞ കളിയില്ലേ, ഗെയിം, അതുപോലെയാണ് കേട്ടോ ഇനി താഴേക്കുള്ള സംഭവം. അങ്ങനെ അതിന് പറയുന്നത് മെയ്സ് ഗാർഡൻ എന്നാണ്. അപ്പം ഈ റോബിൻ ചേട്ടൻ ഇതിൻ്റെ മണ്ടയിലൊക്കെ കയറിയിരുന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഞാനും കുറച്ചൊന്നുമില്ല കേട്ടോ, ഞാനും ഡാലിയെ തൊട്ടുന്നില്ല, ഡാലിൻ്റെ ഒക്കെ അടുത്തിരുന്ന് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പം ഈ പാർക്കിൽ നമ്മൾ 9 തൊട്ട് 6 മണി വരെ കയറാൻ പറ്റും. ഊട്ടിയിൽ നിന്ന് 3 കിലോമീറ്ററേ ഉള്ളൂ. പിന്നെ ഒരുപാട് നടന്ന് കാണാനുണ്ട്. 38 ഏക്കർ സ്ഥലത്ത് നീണ്ടു കിടക്കുന്ന പാർക്കാണ്. 3 ചെരുവുകളിലായിട്ട്. നമ്മൾ കയറിയാൽ ഒരിക്കലും നഷ്ടം വരില്ല. അത്രയും ഊട്ടി വന്നാൽ ഉറപ്പായിട്ട് മസ്റ്റ് വാച്ച് എന്നേ പറയാൻ പറ്റുള്ളൂ. അത്രയും ഉള്ള സ്ഥലമാണ് നമ്മുടെ കർണാടക ഗാർഡൻ. ഇപ്പം സൂര്യകാന്തിയൊക്കെ ഉണ്ട്. എല്ലാം നല്ല സൂപ്പറായിട്ട് വളർന്ന് നിൽക്കുകയാണ് കേട്ടോ. നമ്മുടെയൊക്കെ അവിടെയാണെങ്കിൽ ഇത്രയും പൊക്കത്തിലൊക്കെ പൂവുണ്ടാവും, എനിക്കറിയത്തില്ല, ചിലപ്പം അറിയത്തില്ല, ഉണ്ടാകാൻ സാധ്യതയില്ല. അതുപോലെയാണ് കേട്ടോ. അങ്ങനെ അതിൽ 2-3 പ്രാവശ്യം വട്ടം കറങ്ങി നടന്ന് വീഡിയോസൊക്കെ എടുത്തിട്ട്, കാരണം ഭയങ്കര അത്രയും ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ താഴേക്ക് ഇറങ്ങി പോകട്ടോ. പിന്നെ ഓരോ ഭാഗത്ത് നോക്കിയാൽ ഇപ്പോഴും അവർ ഒന്ന് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, ഓരോന്നും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഇനി വരുമ്പോൾ ഇതിലും സൂപ്പറായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത് ഓപ്പണായിട്ട് അത്ര കാലമായില്ല, 2018 ഓപ്പണായതേ ഉള്ളൂ. അങ്ങനെ പുതിയ ഗാർഡനാണ്. പിന്നെ അത് വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. പിന്നെ നമുക്ക് താഴേക്ക് ഉള്ള കാഴ്ചകൾ താഴെ അങ്ങ് വരെ ഉണ്ട് കേട്ടോ. ഒരു നഴ്സറിയൊക്കെ ഉണ്ട് ഇവർക്ക്. അപ്പോൾ അവിടെ നമുക്ക് പ്ലാന്റ്സൊക്കെ മേടിക്കാൻ കിട്ടും. ഒത്തിരി എക്സ്പെൻസീവ് ഒന്നും അല്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാ പ്ലാന്റ്സും മേടിക്കാൻ കിട്ടും, വിത്തുകളും തൈകളും ഒക്കെ മേടിക്കാൻ കിട്ടും എന്നാണ് പറഞ്ഞത്. എൻ്റെ വീഡിയോസൊക്കെ എടുത്താൽ ഞാൻ താഴെ വരെ പോയി കുറേ കാണാൻ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ വീഡിയോ എൻ്റെ അടുത്ത് മിസ്സായി. ഫോൺ സ്റ്റോറേജ് ഫുള്ളായിട്ട് കുറേ വീഡിയോസ് എടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ചിങ്ങനെ ഡിലീറ്റാക്കി കളഞ്ഞ ഇതിൽ അന്നല്ല, നഴ്സറീൻ്റെ വീഡിയോ അങ്ങ് മിസ്സായി പോയിട്ടോ. അപ്പം ഞങ്ങൾ നടന്ന് ഇപ്പോഴും ഇവിടെയൊക്കെ ഇങ്ങനെ മണ്ണെടുത്തും പണിയെടുത്തും ഓരോ പണിയെടുത്തുകൊണ്ടും ഇരിക്കുകയാണ്. കണ്ടോ, ഇറങ്ങി വരുമ്പോഴൊക്കെ സൂപ്പർ. നമ്മൾ എത്ര മേലേ നിന്ന് വന്നതാണ് കേട്ടോ. മേലേ നിന്നുള്ള വ്യൂ അടിപൊളിയാണ് താഴേക്ക്. അപ്പം ഞങ്ങൾ ഇതെന്താ പോകുന്ന അറിയത്തില്ല, എല്ലായിടത്തും നിൽക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ നടന്ന് വന്ന് ചെറിയൊരു വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ എത്തി. വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ വലിയതായിട്ട് വെള്ളം വരുന്നൊന്നും കാണില്ല, പക്ഷേ അടുത്ത് പോയി നിന്നാൽ സൂപ്പറാണ് കാണാൻ വേണ്ടിയിട്ട്. പിള്ളേരൊക്കെ അടുത്ത് പോയി നിന്ന് നല്ല വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. നല്ലോണം വെള്ളം വീഴുന്നുണ്ട് കേട്ടോ. അപ്പം വീഡിയോസൊക്കെ എടുത്ത്, പക്ഷേ അവിടെ നിൽക്കുന്ന ചെറിയൊരു മണ്ണുണ്ട്, അതെന്താണെന്ന് എനിക്കറിയത്തില്ല, എനിക്ക് തോന്നിയതാണെന്ന് അറിയത്തില്ല. അതങ്ങനെ പൊന്നു മെയ്സ് ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ മെയ്സ് ഗാർഡൻ. സൈപ്രസ് പ്ലാന്റ് തന്നെയാണ്, നല്ല ഹൈറ്റിൽ വളർത്തിയിട്ട് ഇങ്ങനെ ഓരോ ഭിത്തി പോലെ വെട്ടി നിർത്തിയേക്കാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ നടന്നാൽ നമ്മൾ തന്നെ വഴി കണ്ടുപിടിച്ചിറങ്ങി വരണം. പിള്ളേരെ കയ്യിലൊക്കെ ഓടുന്നുണ്ട്. സച്ചുവേട്ടനെ ഞാൻ കാണാതെ കുറേ നേരം വിളിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും. അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ കയറി വരുന്നുണ്ട് കേട്ടോ പിള്ളേർ. ഇതുണ്ടോ ഷാബുപ്പിൻ്റെ അകത്തൂടെ ഇറങ്ങി വരും, ഓടിക്കണ്ടോ. അങ്ങനെ നമ്മൾ മൊയില വഴി കണ്ടുപിടിച്ച് അങ്ങനെയൊക്കെ പറയില്ലേ, മൊയിൽ അങ്ങനെ പടങ്ങളൊക്കെ കാണിച്ച് ബാലരമ വഴി വരച്ചു കൊടുക്കുന്നത്, അതുപോലത്തെ ഒരു ഗാർഡനാണ്. അതാണ് കേട്ടോ പേര്, മെയ്സ് ഗാർഡൻ. അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ താഴെ ചെക്ക് ഡാം മോഡലിലൊരു ഡാം കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അതും അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട്.
അപ്പം ഞങ്ങളെല്ലാവരും കൂടി കൂട്ടുകാരൊക്കെ എല്ലാവരും ഉണ്ടല്ലോ, ഒരു ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ പോകുക എന്ന് പറയുമ്പം നമ്മൾ പക്ഷേ ക്ലബിൻ്റെ ആഭിമുഖ്യം എന്ന് പറയാൻ പറ്റില്ല. കാരണം ക്ലബിൻ്റെ ആഭിമുഖ്യത്തിലാണെങ്കിലും ക്ലബിലുള്ള ആൾക്കാരാണെങ്കിലും അവരെല്ലാവരും നല്ലൊരു കൂട്ടായ്മയാണ് കേട്ടോ. എല്ലാവരും നല്ല കൂട്ടുകാരാണ്. അപ്പോൾ അവരുടെ കൂടെ പോകുമ്പോൾ ഇത്രയും നല്ലൊരു പ്ലേസിൽ പോകുമ്പോൾ ടൂറൊക്കെ പോകുമ്പോൾ ഭയങ്കര അതും നല്ലൊരു വൈബും ഭയങ്കര ടൂറ് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ചെക്ക് ഡാമിൻ്റെ മോഡലിലുള്ള അവിടെ വന്നു, അതെല്ലാം കണ്ടു. അതിൻ്റെ അകത്ത് ഫിഷൊക്കെ ഉണ്ട്, കുറേ ഫിഷൊക്കെ ഉണ്ട്, വലിയ ഫിഷൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പല കളറിലുള്ളതുണ്ട്. കാണുന്നുണ്ടോ വീഡിയോയിൽ എത്രത്തോളം നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ സൂപ്പറാണ്, നേരിട്ട് കാണാൻ സൂപ്പറാണ് കേട്ടോ. അപ്പം അതിന് മേലെ ഊട്ടിയിലെ ആദ്യത്തെ എന്താ പറയുക ഹാങ്ങിങ് ബ്രിഡ്ജ് ഇതാണ് കേട്ടോ, ഹാങ്ങിങ് ബ്രിഡ്ജ്. അപ്പം നല്ല രസമാണ് കേട്ടോ അതിൽ കയറാൻ വേണ്ടിയിട്ട്. അതിൽ കയറുമ്പോൾ ഒരു പ്രത്യേക അനുഭവം തന്നെയാണ്. ഞങ്ങളത് കയറുമ്പോൾ സത്യം പറഞ്ഞാൽ നടുക്കൊക്കെ എത്തുമ്പോൾ ഇച്ചിരി തലകറക്കം പേടി, ഇങ്ങനെ അനങ്ങുമല്ലേ, ആ പേടിയൊക്കെ തോന്നി. പക്ഷേ അതൊരു പ്രത്യേക അനുഭവമാണ് കേട്ടോ. കൂടെയുള്ളവർ നമുക്ക് പേടിയെന്ന് പറയുമ്പോൾ പുറകിൽ നിന്ന് ഇങ്ങനെ ചാടുമായിരുന്നു. കണ്ട താഴേക്ക് ചെക്ക് ഡാമിൻ്റെ വ്യൂ ഒക്കെ കാണാൻ സൂപ്പറാണേ. അപ്പോൾ അവിടെ പിന്നെയും പണിയെടുത്തുകൊണ്ട് ഇരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു മറ്റേ ഈ വാട്ടർ ഡാൻസ് ഇല്ലേ, അതിൻ്റെ പണിയൊക്കെയാണെന്ന് തോന്നുന്നു. അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ട് അവരിയ്ക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇനിയും വന്നിട്ടുണ്ടെങ്കിൽ പിന്നെയും വ്യൂ കൂടുകയുള്ളൂ തോന്നുന്നു കാണാനുള്ള കാര്യങ്ങളൊക്കെ. അവർ വീണ്ടും പണിതുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്തായാലും ഊട്ടി വന്നിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് തീർച്ചയായും പോയി കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ നമ്മുടെ കർണാടക ഗാർഡൻ. അപ്പം ഞങ്ങളവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ കർണാടക ഗാർഡൻ്റെ വ്യൂസ്. ഫോട്ടോസൊക്കെ കുറേ ഉണ്ട് കേട്ടോ, കുറച്ച് ഞാൻ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുള്ളൂ. പേരം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ ടാറ്റ ബൈ ബൈ. ഓക്കെ.